ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതിയ ട്രെയിനിങ് ടെക്നിക്സിനെയും ട്രെയിനേഴ്സിനെയും പേഴ്സണൽ ട്രെയിനേഴ്സിനെയും ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര കറക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു റീൽ കറങ്ങി നടക്കാറുണ്ട്. ഞാനൊരു പേഴ്സണൽ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എനിക്കും ഇത് പലരും ഒരു സ്മൈലിയോട് കൂടി എനിക്ക് അയച്ചു തരാറുണ്ട്. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഈ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ അഗ്രസീവായിട്ട് ചെയ്യുന്ന റോണി കോൾമാനും അർണോൾഡിനും ഒക്കെ വളരെ ജയ്ജാൻറ്റിക്കായിട്ടുള്ള മസിലുണ്ടെന്നും എന്നാൽ കൺട്രോൾ ചെയ്ത് ഇപ്പോഴത്തെ ന്യൂ ട്രെയിനിങ് ടെക്നിക്സിൽ ചെയ്യുന്ന ട്രെയിനേഴ്സിനോ അല്ലെങ്കിൽ ക്ലയൻസിനോ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കോ അതിന് മാത്രം മസിൽസ് ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ കറങ്ങി നടക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഐ ആം രാജേഷ് മോഹൻ, യുവർ ട്രസ്റ്റഡ് പേഴ്സണൽ ട്രെയിനർ. ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോണി കോൾമാനും അർണോൾഡുമൊക്കെ വർക്കൗട്ട് ചെയ്തിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നമ്മുടെ മസിൽസിനെ പറ്റിയിട്ടോ നമ്മുടെ മസിൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ എങ്ങനെ ഇഞ്ചുറി ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടോ നമ്മുടെ സയൻസ് അത്രത്തോളം ഡെവലപ്പ് ആയിരുന്നില്ല. അന്നത്തെ രീതി എന്ന് പറയുന്നത് മാക്സിമം വെയിറ്റ്, മാക്സിമം എഫേർട്ട്, മിനിമം റെസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ഈഗോ ലിഫ്റ്റിംഗ് നടന്നിരുന്ന ഒരു കാലഘട്ടമാണ് അത്. പലതരത്തിലുള്ള പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗുകളുടെ സഹായത്തോടു കൂടി അവർ ഇത്തരത്തിൽ ട്രെയിൻ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ട്രെയിനിങ് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ഹ്യൂജ് മസിൽ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരോട് മറ്റൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പറയുന്ന ലെജൻസിനോട് നമുക്ക് ഒരിക്കലും പകരം വയ്ക്കാനാകാത്ത, നമുക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുള്ള ബോഡി ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ രണ്ട് ലെജൻസ് തന്നെയാണ് റോണി കോൾമാനും അർണോൾഡും. ആ എല്ലാ ബഹുമാനത്തോടു കൂടി പറയുകയാണ്, ഇത്തരത്തിലുള്ള അഗ്രസീവായിട്ടുള്ള വർക്കൗട്ട് ചെയ്തത് കൊണ്ട് മാത്രം അവർക്കുണ്ടായിട്ടുള്ള ഇഞ്ചുറീസ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. റോണി കോൾമാന്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് പലർക്കും അറിയാം. ഇതിനൊക്കെ കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള അഗ്രസീവായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫോം നോക്കാതെയുള്ള വർക്കൗട്ടുകളാണ്. 13 പരം മേജറായിട്ടുള്ള സർജറികളാണ് റോണി കോൾമാൻ ഇതിനകം ചെയ്തിട്ടുള്ളത്. മൈനർ സർജറികൾ മറ്റു ധാരാളമുണ്ട്. അതിൽ 9 ബാക്ക് ബോണിനുള്ളതും 3 അദ്ദേഹത്തിന്റെ നെക്കിനുള്ളതും 2 അദ്ദേഹത്തിന്റെ ഹിപ്പിനുള്ള സർജറിയുമാണ്. 2 വട്ടം അദ്ദേഹത്തിന്റെ ഹിപ്പ് റീപ്ലാന്റ് ചെയ്യേണ്ടി വന്നു. അത് വളരെ വെയിറ്റ്, ഓവർലോഡ് വെയിറ്റ് എടുത്ത് വളരെ അഗ്രസീവായിട്ട് ചെയ്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഉണ്ടായതാണ്. അർണോൾഡിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ ധാരാളം സർജറികൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. ജന്മനാ തന്നെ ഹാർട്ടിന്റെ പ്രശ്നമുള്ള അർണോൾഡ് ഇത്തരത്തിൽ അഗ്രസീവായിട്ട് വർക്കൗട്ട് ചെയ്തത് കൊണ്ട് തന്നെ പല വട്ടം ഹാർട്ട് സർജറിക്ക് വിധേയനാകേണ്ടി വന്നു. അതുപോലെ തന്നെ ഷോൾഡറിനും ഹിപ്പിനും അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ സർജറീസ് ആവശ്യമായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോട്രൈസെപ്സിലും ബൈസെപ്സിലും ഒക്കെ മൾട്ടിപ്പിൾ ടീയേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ 2 പേരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ആ വീഡിയോയിൽ അവർ 2 പേരുള്ളത് കൊണ്ട് മാത്രം. അവരുടെ എൻ്റയർ ലൈഫ് അവർ കൊടുത്തിരുന്നത് ബോഡി ബിൽഡിങ്ങിനും ആ ഫീൽഡിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അടക്കമുള്ള പേഴ്സണൽ ട്രെയിനേഴ്സ് നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻസിന് എത്രത്തോളം മസിൽ ഉണ്ടാക്കി കൊടുക്കാം എന്നല്ല ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം കാലം അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് സയൻസ് ബേസ് ചെയ്ത് ഒരു രീതിയിലും അവർക്ക് ഇഞ്ചുറി വരില്ല എന്ന് 100% ഉറപ്പ് വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് മൈൻഡ് മസിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഒരു ബ്രീത്തിങ് ടെക്നിക്സ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നും എത്രത്തോളം അഗ്രസീവായിട്ട് ചെയ്യണമെന്നും നമ്മൾ ചെയ്യേണ്ട മാക്സിമം ഓവർലോഡ് എത്രയാണെന്നും അയാളുടെ ഹാർട്ട് റേറ്റ് മാക്സിമം എത്ര വരെ പോകണമെന്നും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ അടക്കമുള്ള ട്രെയിനേഴ്സ് വർക്കൗട്ട് കൊടുക്കുന്നത്. ഒരിക്കലും ഒരു കാരണവശാലും മാക്സിമം ലോഡ് അവർക്ക് കൊടുത്ത് അവർക്ക് ഇഞ്ചുറി വരുത്താനായിട്ട് ഒരു പേഴ്സണൽ ട്രെയിനേഴ്സും അല്ലെങ്കിൽ ഒരു ട്രെയിനേഴ്സും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള ജിമ്മുകളും ആഗ്രഹിക്കത്തില്ല. ഞാൻ പലപ്പോഴും ട്രെയിനേഴ്സിനോട് പറയാറുള്ള ഒരു സെന്റൻസ് ഉണ്ട്, യുവർ ക്ലയൻറ്റ് ഷുഡ് കം ബാക്ക് ടു ദ ജിം ടുമാറോ, ഡോണ്ട് ആഡ് പെയിൻ ടു ദെയർ പ്രോഗ്രസ്. നമ്മളൊരു വർക്കൗട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്ക് പെയിൻ കൊടുക്കാനോ അവർക്ക് ഒരുപാട് മസിൽ കുറച്ച് സമയത്തേക്ക് കൊടുത്തതിന് ശേഷം ലൈഫ് ലോങ് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല. അവരൊരു 80 വയസ്സ് വരെ ജീവിച്ചാൽ അത്രയും കാലം
മാക്സിമം ഫ്രീ ആയിട്ട് ക്വാളിറ്റി ലൈഫ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് അയക്കുന്നതിൽ എനിക്കും പേഴ്സണലായിട്ട് അയക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ റീസൺ ഇത് മാത്രമാണ്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഫോണിൽ നിന്ന് ഇന്നത്തെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് കാലം കുറേ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ചേഞ്ചസ് വർക്കൗട്ടിലും കാണും. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ കൂടി കണ്ടു നോക്കാം. ഈ പറഞ്ഞ അർണോൾഡും റോണി കോൾമാനും ഇപ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. Lower lats, great stuff. And look at the form when he comes to the top. His body's upright, his chest is up, so he's not swinging. There's no swinging here, Ronnie. No swinging. No swinging. Got to work them lower lats. സോ ഞാൻ എന്താണ് നിങ്ങളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട്, ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ ഇൻസ്റ്റയിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അതുവരേക്കും ഡജസ്റ്റ് മോഹൻ സൈനിങ്.